നമ്മളുടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 2009 മാർച്ച് മാസം എനിക്കും ഈ ഭവനത്തിലെ അംഗമായി തീരുവാൻ ദൈവം സഹായിച്ചു. അന്ന് നാൾ മുതൽ ഇന്ന് വരെയും അമ്മയുണ്ടായിരുന്ന സ്നേഹം, സ്വന്തം മകളെ പോലെ സ്നേഹിക്കുന്ന ഒരു സ്നേഹം എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. കഷ്ടത്തിലായിരുന്നപ്പോൾ എല്ലാം എപ്പോഴും ഞാൻ കണ്ടിരുന്നു മമ്മിയുടെ വായിൽ ഇപ്പോഴും സ്തോത്രത്തിന്റെ വാക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കഷ്ടം വരുമ്പോൾ നിമിഷങ്ങളിൽ കഷ്ടം വരുമ്പോൾ ഒരു മമ്മി ഇങ്ങനെ പറയുവാറുണ്ട്, കർത്താവേ ലോകത്തും എനിക്ക് കഷ്ടം സഹിക്കാൻ വയ്യ, കർത്താവേ എന്നെ കഷ്ടപ്പെടുത്തരുതേ. ഇത് വാക്ക് എപ്പോഴും മമ്മി പറയുന്ന ഞാൻ കേട്ടുകൊണ്ടേയിരുന്നു. ഞാൻ കഴിഞ്ഞ മാസം വന്നിട്ട് കടന്നു വരുന്നതിനും ക്രിസ്ത്യൻ മമ്മിയെ ശുശ്രൂഷിക്കുന്നതെല്ലാം എനിക്ക് കർത്താവ് സഹായിച്ചു. അടുത്ത മാസം സെപ്റ്റംബറിൽ ഞാൻ എക്സാം കഴിഞ്ഞ് വരുമ്പോൾ ഭവനത്തിലിട്ടായിരിക്കണം, നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കണം എന്ന് പറഞ്ഞപ്പോൾ മമ്മി എന്നോട് പറഞ്ഞു, ഇല്ല മോളെ, എനിക്കങ്ങനെ ഒരു ആഗ്രഹമില്ല എൻ്റെ മനസ്സിൽ, ഞാനങ്ങനെ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് കാണാനായിട്ട് പ്രാർത്ഥിച്ചാൽ മതി അങ്ങനെ പറയുകയുണ്ടായി. അങ്ങനെ കടന്നുപോയി. മമ്മി ശരീരത്തിലെ കർഷകനെ കുറിച്ച് എങ്കിലും ദിവസം പോലും മമ്മി കിടക്കുന്ന ഒരവസ്ഥയിൽ ആയിരുന്നില്ല. താങ്കൾക്ക് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ കാണിച്ച് മാതൃക പറയാൻ ജീവിച്ച് ഭാവിച്ചിരുന്ന ആശ്വടികൾക്കും പ്രാപിക്കണം, മുഖാമുഖമായി സ്വർഗത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ കാണപ്പെടുവാൻ വേണ്ടി ഇവിടെ എല്ലാവരും പ്രാർത്ഥിക്കണം ഉപേക്ഷിച്ചുകൊണ്ട് സാക്ഷ്യം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ മാതാവിനെ കുറിച്ച് വാക്കുകളിൽ വർണ്ണിക്കാൻ പറ്റാത്ത അനുഭവം അടിയൻ്റെ ജീവിതത്തിൽ ബാല്യം മുതലേ ഉണ്ടായിട്ടുണ്ട്. ഓരോ കഷ്ടത വരുന്ന നാളുകളിലും ഞങ്ങളുടെ കൊച്ചുകുട്ടിയായിരിക്കുന്ന സമയത്ത് വരെയും എൻ്റെ മാതാവിൻ്റെ കഷ്ടതയിൽ വളരെ ശ്രദ്ധിക്കുന്ന ഒരനുഭവം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഏകദേശം 22 വർഷം മുമ്പ് എൻ്റെ മാതാവ് ലോകത്തിൽ നിന്ന് മാറപ്പെടേണ്ട വളരെ ഒരു ഇത് വന്നായിരുന്നു. അന്ന് ഞങ്ങൾ വളരെ ചെറിയ കുട്ടികളായിരുന്നു. എൻ്റെ ജ്യേഷ്ഠ മാത്രമേ കുറിച്ചെങ്കിലും അറിവുള്ള ഒരു പ്രായത്തിലുള്ള ഞാനന്ന് 1-ലോ 2-ലോ പഠിക്കുന്ന സമയത്ത് മമ്മിയുടെ ഒരു ഹാർട്ടിൻ്റെ കംപ്ലൈൻറ്റായിട്ട് വന്നിരുന്നു. അന്ന് ദൈവം ഒന്നും സംഭവിക്കാതെ വന്നു. അന്ന് ഞങ്ങൾക്ക് മമ്മി മാറ്റപ്പെട്ടിരുന്നുവെങ്കിൽ ഞങ്ങളുടെ സ്ഥിതി എന്താവുമെന്ന് ഞങ്ങൾ ഇന്നുവരെയും അത് ഞങ്ങൾ സഹോദരങ്ങൾ തമ്മിൽ ഞങ്ങൾ പറയും, പപ്പായോടും പറയുമായിരുന്നു. അങ്ങനെ 25 വർഷക്കാലം അതിനുശേഷവും മമ്മി ഞങ്ങളുടെ ഭാവിയെല്ലാം കാണുന്നതിനും ഞങ്ങളുടെ എല്ലാവരുടെയും വിവാഹം വിജയുടെ തലമുറ അതെല്ലാം നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിന് ദൈവം സമയം കൊടുത്തിരുന്നു എന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു. ഈ കാര്യം ഞങ്ങളുടെ സഹോദരങ്ങൾ തമ്മിൽ പപ്പായോട് ചേർന്നപ്പോഴും ഞങ്ങൾ വൈകിട്ടിവിടെ ആഹാരം കഴിക്കുന്ന സമയത്ത് നിന്ന് ഞങ്ങളെല്ലാവരും ചേർന്ന് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതിനും ഏകദേശം ഞങ്ങളുടെ ഡിന്നർ ടൈം ഒരു 45 മിനിറ്റോളം ഞങ്ങൾ ഡൈനിങ് ടേബിളിൽ ചെലവഴിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും മമ്മി ഞങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാൻ കിച്ചണിൽ നിൽക്കുമ്പോൾ പപ്പ പറയും, നീ അമ്മ കളിക്കണ്ട, നീ വന്നിവിടെ ഇരിക്കുക, ഞങ്ങളുടെ കൂടെ കഴിക്കുന്നു പറയും. അങ്ങനെ ഞങ്ങളുടെ മക്കളെ വളരെ ശ്രദ്ധിക്കുന്നതിന് മമ്മി വളരെ പരിഗണന കൊടുത്തിരുന്നു. മമ്മിയുടെ അവസാന സമയങ്ങളിൽ പ്രത്യേകിച്ച് മമ്മി ഫെബ്രുവരി കൺവെൻഷൻ ഒരു ബൈബിൾ എനിക്ക് വേണ്ടി മേടിച്ചു. പക്ഷെ ഞാൻ ഏപ്രിലിൽ കടന്നു വന്നു, മമ്മിക്കത് തരാൻ പറ്റിയില്ല, മമ്മി മറന്നുപോയി. പിന്നെ ഞാൻ രോഗത്തിൻ്റെ ഒരു ഇത് വന്നു. മമ്മി എഴുന്നേറ്റ് ജസ്റ്റ് ഇരിക്കുന്ന ഒരു കണ്ടീഷനേ ഉള്ളായിരുന്നു. പക്ഷെ മമ്മി പെട്ടെന്ന് ഓർത്തു, വിജയോട് പറഞ്ഞു ബൈബിൾ ഇതിലുണ്ടെന്ന് പറഞ്ഞു. അലമാരിയിൽ നിന്ന് ബൈബിൾ എടുത്തു. മമ്മിക്ക് എഴുതാൻ പറ്റത്തില്ലായിരുന്നെങ്കിൽ ബൈജു എന്ന് എഴുതി, ജോയിസ് എന്ന് എഴുതി എൻ്റെ കയ്യിൽ തന്നു. ആ ബൈബിൾ വെച്ചിട്ടുണ്ട്. മമ്മി എനിക്ക് വേണ്ടി ചെയ്ത ഒരു ഇതാണെന്ന് എന്ന് വിശ്വസിക്കുന്നു. മമ്മിയെ കുറിച്ച് എനിക്ക് വാക്കുകളിൽ എനിക്ക് പറയാൻ പറ്റുന്ന അല്ല. നല്ലൊരു മാതാവായി ഞങ്ങൾ വിളിക്കുന്നു. തൻ്റെ അവകാശത്തിൽ മമ്മി ചേരുമെന്ന് കറക്റ്റായിട്ട് മമ്മി പറയുമായിരുന്നു. അത് ഞങ്ങളോട് പലപ്പോഴും പറയുകയും ഞങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഞങ്ങൾ സ്നേഹത്തിൽ ജീവിക്കണം. എപ്പോഴും മമ്മി എന്നെ വിളിക്കുമ്പം പറയും,
നിങ്ങൾ സഹോദരന്മാരെ സ്നേഹത്തിൽ വിളിക്കണം. മമ്മി ചോദിക്കും, നീ ചേട്ടനെ വിളിച്ചായിരുന്നു? ഞാൻ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ വഴക്ക് പറയും, നീ എന്താ വിളിക്കാത്ത? നിങ്ങൾ വിളിക്കണം, എല്ലാവരും സ്നേഹത്തിൽ എപ്പോഴും വിളിച്ച് സംസാരിച്ച് സ്നേഹത്തിരിക്കണം എന്നോട് പറയുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ മമ്മിയുടെ ആ ഒരു ആഗ്രഹം അന്ത്യം വരെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനും സ്നേഹത്തോട് സഹോദരന്മാരോട് ചേർന്ന് ജീവിക്കുന്നതിനും അവകാശത്തിൽ ഞങ്ങൾക്ക് എത്തിച്ചേരേണ്ടെന്ന് ദൈവം കൃപ തരണം. അതിനെല്ലാവരും പ്രാർത്ഥന. മമ്മിയെ കുറിച്ച് 2 വാക്ക് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ മാതാവ് എല്ലാവരെയും നല്ലതുപോലെ സ്നേഹിച്ചു. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ 3 മക്കളെയും കൂടാതെ മരുമക്കളെ ഒരുപോലെ സ്നേഹിച്ച് മമ്മിയായിരുന്നു പ്രാർത്ഥിക്കാൻ ഞങ്ങളെ ശീലിപ്പിച്ചു. ഞങ്ങൾക്ക് നല്ലൊരു മാർഗം കിട്ടിയത് തന്നെ ഉദ്ദേശവും അതിൽ പിന്നെ പ്രവർത്തിച്ചത് ഞങ്ങളുടെ പ്രാർത്ഥനാ ഫലം മാത്രമായിരുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും മമ്മി ഒരു കൂട്ടുകാരിയായിരുന്നു. മമ്മിക്ക് ഒത്തിരി പ്രായത്തിൽ ഒത്തിരി ഡിഫറൻസ് ഉള്ളവർ പോലും മമ്മിയോട് ഡീൽ ചെയ്യുന്നതിലേക്ക് ഒരു കൂട്ടുകാരെ പോലായിരുന്നു. ലിജുമോളുടെ കാര്യത്തിൽ മമ്മിക്ക് വളരെ ഭാരമായിരുന്നു. അതും ദൈവം കാണുവാൻ സാധിച്ചു. തക്ക സമയത്ത് അവൾക്കും ദൈവം ഒരു തലമുറയെ കൊടുത്തു. അതുപോലെ ഒരു ഭാരം പ്രയാസമൊന്നും ഇല്ലാതെ മമ്മി കടന്നുപോയി. കഴിഞ്ഞ 10 ദിവസത്തിന് മുമ്പ് ഞാൻ മമ്മിക്ക് ഉണ്ടായിരുന്നു. മമ്മിയോട് ചോദിച്ചു, മമ്മിക്ക് ഭാരങ്ങൾ വല്ലതുകൊണ്ട് മോനെ? എനിക്കെന്ത് ഭാരം? എനിക്കൊരു ഭാരമില്ല. അങ്ങനെ ഭാരവും പ്രയാസവും ഒന്നുമില്ലാതെ ദൈവം ശാന്തമായി മമ്മി കടന്നു പോകാൻ സഹായിച്ചു. ഞങ്ങളെ മമ്മി കഷ്ടത്തിൽ കൂടെ വളർത്തി. പപ്പായുടെ തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കാൻ വിളവ് പോലുമില്ലാതെ പച്ചവെല്ലാം ഓടി രാവിലെ 7 മണിക്ക് ഞങ്ങൾ സ്കൂളിൽ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും ചോറെല്ലാം കിട്ടി. എല്ലാം ഞങ്ങളുടെ മമ്മി ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് വളർത്തി. എനിക്കൊരു ഭാരം കൂടെ എൻ്റെ മമ്മിയെ 30 ദിവസമെങ്കിലും ഖത്തറിൽ കൊണ്ടുപോകണം എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. മമ്മി പാസ്പോർട്ട് എടുത്തതാണ്. ദൈവം സാധിച്ചില്ല. ഇതെൻ്റെ ഭാരമാണ്, ഒരു ഭാരമാണ്. ആ സമയത്ത് മനസ്സുകളില്ലാതാക്കി. പിന്നീട് ഞാൻ സ്വഭാവങ്ങളെല്ലാം പ്രതീക്ഷിച്ചിരുന്നു. മമ്മി പോയ അതേ പാതയിൽ അതേ മാർഗത്തിൽ പിൻപറ്റിപ്പോയി. മമ്മിക്ക് വെച്ച അതേ അവകാശത്തിൽ ഞങ്ങൾ ചേർക്കപ്പെടുവാൻ എല്ലാവരും പ്രാർത്ഥിക്കാൻ ആവേശിച്ചുകൊണ്ട് മമ്മിയെക്കുറിച്ച് 2 വാക്കുകൾ ഞാൻ മാറിയിരുന്നു. 7 വർഷക്കാലമായി ഞാൻ ഈ ഭൂമിയിൽ കടന്നിട്ടും മമ്മിയിലുണ്ടായ ചില പ്രത്യേക സ്വഭാവങ്ങൾ മമ്മി ഏതവസ്ഥയിലും ഒരേ സന്തോഷത്തിലിരിക്കുന്ന എനിക്ക് കാണുവാൻ കഴിയും. ഞാൻ ഈ വിവാഹത്തിൽ കടന്നതിന് ശേഷം ഉയർച്ചയിലും താഴ്ചയിലും ഇരിക്കുന്ന അവസ്ഥ ഞങ്ങളെ കണ്ടു. എന്നാൽ മമ്മി ഒരേ സ്നേഹം തന്നെയായിരുന്നു എല്ലായ്പ്പോഴും. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉയർച്ച താഴ്ച മുമ്പോൾ ഞാൻ പെട്ടെന്ന്